നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വിക്ടർ കുപ്രൈച്ചിക്കും ഗെനഡി തിമോഷെങ്കോയും തമ്മിൽ നടന്ന മറ്റൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമും സ്പോൺസർ ചെയ്തിരിക്കുന്നത് പാരാമൗണ്ട് ചെസ് തന്നെയാണ്. പാരാമൗണ്ട് ചെസ്സിൻ്റെ സൈറ്റിൽ നിന്നും ഏത് ചെസ്സെറ്റ് വാങ്ങിയാലും ഇപ്പോൾ 15% ഡിസ്കൗണ്ട് ഉണ്ട്. വെറൈറ്റി ചെസ്സെറ്റുകൾ കാണാനും വാങ്ങാനും ആഗ്രഹിക്കുന്നവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മലയാളം 15 എന്ന ഡിസ്കൗണ്ട് കൂപ്പൺ ഉപയോഗിച്ച് വാങ്ങിക്കുക. നമുക്കിനി ഗെയിമിലേക്ക് പോകാം. ഈ ഗെയിമിൽ കുപ്രച്ചിക്ക് വൈറ്റ് സൈഡും തിമോഷെങ്കോ ബ്ലാക്ക് സൈഡും കളിക്കുന്നത്. വൈറ്റ് E4 മൂവ് കൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. ഫ്രഞ്ച് ഡിഫൻസ് ആണ്. വൈറ്റ് D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് കൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ എക്സ്ചേഞ്ച് വേരിയേഷനിലേക്ക് പോകുന്നില്ല. പകരം E5 മൂവ് കൊണ്ട് അഡ്വാൻസ് വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് കൊണ്ട് വീണ്ടും ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്തില്ല. പകരം C3 മൂവ് കൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ B6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ഡയഗണലിലേക്ക് ഒരു കൺട്രോളൂടെ കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് വേണമെങ്കിൽ നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോൾസൺ വേരിയേഷനിലേക്ക് മാറാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ആദ്യം ബിഷപ്പിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വെയ്ഡ് വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി ബിഷപ്പിനെ B5ലേക്ക് കൊണ്ടുവന്ന് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് നൈറ്റിനെ A3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവിടേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോണൊട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചൊട്ടുന്നു. ഇതോടെ അടുത്ത ബിഷപ്പിൻ്റെ ഡയഗണൽ കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. എന്നാലും ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ഈ സെൻറ്ററിലെ പോണുകളെ ടാർഗറ്റ് ചെയ്യാണ്. നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് രണ്ട് പോണുകൾക്കെതിരെയും ഓരോ അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് കിങ്ങിനെ സേഫാക്കാൻ ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ E2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്ലിങ്ങുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. എന്നാൽ വൈറ്റിൻ്റെ കാസ്ലിംഗ് തടയുന്നതിനായിട്ട് ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു സ്ട്രോങ് മൂവ് വരെയാണ്. ബിഷപ്പിനെ B4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇതിപ്പോൾ വെറുമൊരു ചെക്കല്ല. വൈറ്റ് ഇവിടെ ബിഷപ്പ് വെച്ചോ നൈറ്റ് വെച്ചോ ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്വീന് വെച്ച് ആ പോണിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സെൻറ്ററിലെ പോണിനെ നേടിയെടുക്കുക എന്നതാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് കുപ്രച്ചിക്ക് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയാണ്. ഇപ്പോൾ ബിഷപ്പ് വെച്ചോ നൈറ്റ് വെച്ചോ ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നില്ല. പകരം കിങ്ങിനെ F1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് കാസ്ലിങ്ങുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നു. ഇതോടെ ബ്ലാക്ക് ആ ബിഷപ്പിനെ തിരിച്ചുകൊണ്ടുപോയാണ് ബിഷപ്പിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ കാസ്ലിംഗ് മുടങ്ങിയതോടെ വൈറ്റിൻ്റെ H1ലെ റൂക്ക് പുറത്തേക്ക് വരാൻ കഴിയാതിരിക്കുകയാണ്. കുപ്രച്ചിക്ക് ആ റൂക്കിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം ബ്ലാക്കിൻ്റെ കിങ്സിലേക്ക് നേരിട്ടൊരു അറ്റാക്ക് കൂടെ പ്ലാൻ ചെയ്യാണ്. അതിനായിട്ട് ആദ്യം H4 മൂവ് ചെയ്യുന്നു. ബ്ലാക്കും ഈ ഡെവലപ്പ് ആകാനുള്ള നൈറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F6 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം റൂക്കിനെ H3ലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് ബ്ലാക്ക് നൈറ്റിനെ H6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഇപ്പോൾ ഈ B2 പോണിന് സപ്പോർട്ടില്ലാതിരിക്കുകയാണ്. വൈറ്റ് ക്വീനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം H6ലെ പോണിനെതിരെ അറ്റാക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ക്വീന് വെച്ച് ആ H6ലെ പോണിനെ വിട്ടെടുക്കുകയാണെങ്കിൽ ബ്ലാക്കിനും ഈ B2ലെ പോണിനെ വിട്ടെടുക്കാൻ പറ്റും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ H6ലെ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം ക്വീൻ സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുന്നു. ഈ സമയത്ത് വൈറ്റ് അടുത്ത എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. പോൺ വെച്ച് പോണൊട്ടുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചൊട്ടുന്നു. ഇതോടെ വൈറ്റിൻ്റെ D4ലെ പോണിനെതിരെ 3 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് അവിടേക്ക് ഒരു കൺട്രോളോടെ കൊണ്ടുവരാണ്. നൈറ്റിനെ B5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. E5 മൂവ് ചെയ്തുകൊണ്ട് D4ലെ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നതോടൊപ്പം വൈറ്റിൻ്റെ റൂക്കിനെതിരെ ഡിസ്കബിൾ അറ്റാക്കും കൊടുക്കുന്നു. ഇവിടെ കുപ്രച്ചിക്ക് വീണ്ടും പ്രധാനപ്പെട്ടൊരു തീരുമാനം എടുക്കുകയാണ്. ഇപ്പോൾ ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം പോൺ ഉപയോഗിച്ച് പോൺ ഇട്ടതുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. അതൊരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണ്. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് റൂക്കിനിട്ട് വന്നു. വൈറ്റ് പോൺ വെച്ച് ബിഷപ്പിനിട്ട് വന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ അടുത്ത ബിഷപ്പ് അറ്റാക്കിലാണ്. ആ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നതോടൊപ്പം ബ്ലാക്ക് ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ബിഷപ്പിനെ G4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ 2 നൈറ്റുകൾക്കും ബിഷപ്പിൻ്റെ സപ്പോർട്ടാണുള്ളത്. ഈ F3ലെ നൈറ്റിനെ ബിഷപ്പ് വെച്ച് വെട്ടിമാറ്റുമ്പോൾ പോൺ വെച്ചാണ് തിരിച്ചു വെട്ടുന്നതെങ്കിൽ ബ്ലാക്കിൻ്റെ റൂക്കുകൾക്ക് ഈ G5 ഓപ്പണായി കിട്ടും. അല്ലാതെ ബിഷപ്പ് വെച്ചാണ് വെട്ടിയെടുക്കുന്നതെങ്കിൽ അടുത്ത നൈറ്റിന് സപ്പോർട്ട് ഇല്ലാതാകുകയും ആ നൈറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് കുപ്രച്ചിക്ക് ആദ്യം ആ പ്രശ്നം പരിഹരിക്കുകയാണ്.
A4 മൂവ് ചെയ്തുകൊണ്ട് B5 നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ആക്ഷനിലേക്ക് തന്നെ പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു, വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചു ഒട്ടുന്നു. അതിനുശേഷം ബ്ലാക്ക് A6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ കുപ്രച്ചിക്കിൻ്റെ ഭാഗത്തു നിന്നും അടുത്തൊരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇപ്പോൾ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു പോണിനെ കൂടെ ലാഭം നേടിയെടുക്കാനോ ശ്രമിക്കുന്നില്ല. ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മൂവാണ് ചെയ്യുന്നത്. ക്വീനെ F1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതിപ്പോൾ നൈറ്റ് സാക്രിഫൈസുമാണ്. പാസ്ഡ് പോണിന് ഒരു സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഇനിയുള്ള വൈറ്റിൻ്റെ മൂവുകൾ ഏകദേശം സെയിം ആണ്. ബ്ലാക്ക് എന്തായാലും ഇത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇനിയാണ് വൈറ്റ് ഈ ക്വീനെ F4 സ്ക്വയറിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പ്രധാന ഉദ്ദേശം വ്യക്തമാവുന്നത്. ഇവിടെ ഇപ്പോൾ പാസ്ഡ് പോണിന് സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല ഉദ്ദേശം, പ്രധാന ഉദ്ദേശം ഈ ഡയഗണിലേക്ക് കൺട്രോൾ കൊണ്ടുവരിക എന്നതായിരുന്നു. വൈറ്റ് തൻ്റെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ബിഷപ്പിനെ G4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് നേരത്തെ ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരുന്നു നല്ലത് എന്നായിരിക്കും. ബ്ലാക്ക് ആ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ എന്താണ് പ്രശ്നമെന്ന് നോക്കാം. അതായത് വൈറ്റ് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതെ വൈറ്റിൻ്റെ അടുത്ത ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ചെക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കാം. ഇവിടെ ഇപ്പോൾ H5 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിനെ തടയാൻ ശ്രമിക്കുന്നത് നല്ല മൂവല്ല. കാരണം ആദ്യം തന്നെ ബിഷപ്പ് വെച്ച് അപ്പോണൻ്റ് എടുത്ത ശേഷം വീണ്ടും അതേ ചെക്ക് തന്നെ കൊടുക്കാൻ കഴിയും. എന്നാൽ റൂക്കിനെ G8 കൊണ്ടുവന്നാലും ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ റൂക്ക് G8 വരികയാണെങ്കിൽ വൈറ്റിന് ഇപ്പോൾ തന്നെ ചെക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം F7 മൂവ് ചെയ്തുകൊണ്ട് ആ റൂക്കിനെ അറ്റാക്ക് ചെയ്താൽ മതി. ഈ റൂക്ക് ഇപ്പോൾ ഈ G5 നിന്ന് വേറെ എവിടെയെങ്കിലും മാറുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുക്കാം. അല്ലാതെ ഈ 8th റാങ്കിൽ നിന്നും വേറെ എവിടെയെങ്കിലും മാറുകയാണെങ്കിൽ ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാം. ഇപ്പോൾ റൂക്ക് വെച്ച് ക്വീനെ ഒട്ടിയാലും വീണ്ടും ആ റൂക്കിനെ ഒട്ടിയെടുത്തുകൊണ്ട് ഫോർക്കും ചെക്കാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ H8 റൂക്ക് വെച്ച് ഈ ബിഷപ്പിനെ തടയാൻ ശ്രമിക്കുന്നത് നല്ല മൂവല്ല. എന്നാൽ ഈ D8 റൂക്ക് വെച്ച് തടയാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും നോക്കാം. അങ്ങനെ D8 റൂക്കിനെ G8 കൊണ്ടുവരികയാണെങ്കിൽ D5 പോണുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. ഇപ്പോൾ റൂക്കിനെതിരെ അറ്റാക്കാണ്. ഇനി ഇവിടെ ഒരു ചെക്കിനുള്ള സാധ്യതയുണ്ട്. ആ ചെക്ക് ഡിഫെൻഡ് ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ നൈറ്റിനെ എങ്ങോട്ടേക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റില്ല. നൈറ്റ് ഈ C5 നിന്ന് മാറുകയാണെങ്കിൽ C5 ഓപ്പൺ ചെയ്യുകയും അടുത്ത റൂക്ക് കൂടെ അറ്റാക്കിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് ഈ ചെക്ക് ഡിഫെൻഡ് ചെയ്യുന്നതിനായിട്ട് റൂക്കിനെ തിരിച്ചുകൊണ്ടുവരികയാണെങ്കിൽ നൈറ്റ് വെച്ച് ഫോർക്കും ചെക്ക് വരും. അങ്ങനെ ഒരു സാധ്യത കൂടെ ഉള്ളതുകൊണ്ടാണ് ബ്ലാക്ക് ആദ്യം തന്നെ ഈ നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയത്. നമുക്കിനി ഗെയിം കണ്ടിന്യൂ ചെയ്യാം. അടുത്തായിട്ട് വൈറ്റ് ചെക്ക് കൊടുക്കുകയാണ്. ബിഷപ്പിനെ G4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് വേറെ ഓപ്ഷനുകളൊന്നുമില്ല. റൂക്ക് ഉപയോഗിച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇതോടെ ആ റൂക്ക് പിന്നിങ്ങിലായിട്ടുണ്ട്. എന്നാൽ വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ആ റൂക്കിനെ നേടിയെടുക്കുന്നില്ല. പകരം ഇവിടെ അറ്റാക്ക് സ്ട്രോങ് ആക്കുകയാണ്. പോൺ ഉപയോഗിച്ച് B5 പോൺ എടുത്തുകൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം റൂക്കിൻ്റെ ഫയലും ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഒരു ചെക്കോട് കൂടി ഈ പോൺ എടുക്കുകയാണെങ്കിൽ വൈറ്റിനെ കിങ്ങിനെ G1ലേക്ക് മൂവ് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ പോൺ എടുക്കുന്നില്ല. പകരം ഈ റൂക്കിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ A5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ അറ്റാക്ക് ഒഴിവായിട്ടുകൊണ്ട് ഈ റൂക്കിൻ്റെ ഫയൽ ക്ലോസ് ആയിട്ടുമുണ്ട്. വൈറ്റ് വേഗം തന്നെ അടുത്ത അറ്റാക്കിലേക്ക് പോവുകയാണ്. ക്വീനെ B4ലേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുന്നതോടൊപ്പം പോണിനെ സപ്പോർട്ടും ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഈ നൈറ്റിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം ക്വീനെ C7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ക്വീനെ വെച്ച് ഈ നൈറ്റിനെ എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അല്ലാതെ റൂക്ക് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ക്വീനെ C1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുക. ഇപ്പോൾ കിങ് ചെക്കിൽ നിന്ന് മാറുകയാണെങ്കിൽ അടുത്ത റൂക്കിനെ കൂടെ ഒരു ചെക്കോടുകൂടി അറ്റാക്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. എന്നാൽ കുപ്രച്ചിക്ക് ഇവിടെ വീണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു തീരുമാനമാണ് എടുക്കുന്നത്. ഇപ്പോൾ ക്വീനെ വെച്ചോ റൂക്ക് വെച്ചോ ആ നൈറ്റിനോട് എടുക്കുന്നില്ല. പകരം B6 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ ക്വീൻ വെച്ച് ആ നൈറ്റിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ബ്ലാക്ക് ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നതോടൊപ്പം ഒരു കൗണ്ടർ അറ്റാക്ക് പ്ലാൻ ചെയ്യുകയാണ്. അതിനായിട്ട് ക്വീനെ H2ലേക്ക് കൊണ്ടുവരുന്നു. ഇനി ക്വീനെ H1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ആ റൂക്കിനെ നേടിയെടുക്കുകയോ അല്ലെങ്കിൽ
കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ ഒരു ചെക്കോട് കൂടി അടുത്ത റൂക്കിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ആദ്യം റൂക്ക് വെച്ച് നൈറ്റിനോട് എടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ H1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. വൈറ്റിനെ കിങ്ങിനെ E2ലേക്ക് മൂവ് ചെയ്യേണ്ടി വരുന്നു. ബ്ലാക്ക് പ്ലാൻ ചെയ്ത പോലെ തന്നെ ഒരു ചെക്കോട് കൂടി അടുത്ത റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നു. ഈ ചെക്ക് ഒഴിവാക്കുന്നതിനായിട്ട് വൈറ്റ് വീണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റ് ഇവിടെ സെലക്ട് ചെയ്യുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ഈ കിങ്ങിന് മൂവ് ചെയ്യാൻ 3 സ്ക്വയറുകളുണ്ട്. ഒന്നുകിൽ D2ലേക്ക് മാറാം, അല്ലെങ്കിൽ D3ലേക്ക് മാറാം, അതുമല്ലെങ്കിൽ F3ലേക്ക് മാറാം. എന്നാൽ കുപ്രൈച്ചിക്ക് ഇപ്പോൾ കിങ്ങിനെ ചെക്കിൽ നിന്നും എങ്ങോട്ടേക്കും മാറ്റുന്നില്ല. പകരം ക്വീനെ E7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഈ മൂവ് വന്നതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ബ്ലാക്ക് ഇപ്പോൾ ഈ ക്വീൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് പോൺ വെച്ച് ആ റൂക്കിനോട് എടുക്കാം. ഈ റൂക്ക് പിന്നിങ്ങിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ റൂക്ക് വെച്ച് പോണിനോട്ടാൻ പറ്റില്ല. ഇനി അടുത്ത മൂവിൽ പോൺ ക്വീനായിട്ട് മാറുകയും അതോടെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. ബ്ലാക്കിന് എങ്ങനെയൊക്കെയാലും ഈ ചെക്ക്മേറ്റ് ഒഴിവാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഈ റൂക്ക് A8ലേക്ക് വന്നാലും ചെക്ക്മേറ്റ് തന്നെയാണ്. കിങ് B8ലേക്ക് മാറിക്കൊണ്ട് റൂക്കിനെ പിന്നിങ്ങിൽ നിന്ന് ഒഴിവാക്കുന്നതോടൊപ്പം ഈ ചെക്ക്മേറ്റ് തടാൻ ശ്രമിച്ചാലും പോണിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. ഇനി എന്തായാലും റൂക്ക് വെച്ച് ബ്ലോക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് ക്വീനെ വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. അതെ, അതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് വൈറ്റ് ഇവിടെ ക്വീനെ സാക്രിഫൈസ് ചെയ്തപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്.